ബംഗാളിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കനത്ത തിരിച്ചടി. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിന് 2 ദിവസം മുമ്പ് TMC സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ പിന്മാറി. 21-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് നാടകീയമായ ഈ പിന്മാറ്റം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനുള്ള വലിയ തിരിച്ചടിയാണ്. ഈ പോളിംഗിൽ 2 ദിവസം ബാക്കി നിൽക്കുകയാണ്. വളരെ പെട്ടെന്നുള്ള സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം. എന്താണ് കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ? വിനോദ്, കഴിഞ്ഞ 29-നാണ് പശ്ചിമ ബംഗാളിലെ ഈ ഫാൽത്ത മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിനിടെ വലിയ അക്രമങ്ങളായിരുന്നു നടന്നത്. EVM-കൾ പിടിച്ചെടുക്കുക, അതേപോലെ തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, പോളിംഗ് ബൂത്ത് കയ്യേറുക തുടങ്ങിയ വലിയ രീതിയിലുള്ള ആക്രമ പ്രവർത്തനങ്ങളായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നടത്തിയത്. ഇതിനെതിരെ BJP പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച 21-ാം തീയതി റീപോളിംഗ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. മണ്ഡലത്തിലെ 285 ബൂത്തുകളിലാണ് റീപോളിംഗ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതുവരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ജഹാംഗീർ ഖാൻ പല വേദികളിലും പ്രസംഗിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ജഹാംഗീർ ഖാൻ ഇതിൽ നിന്നും താൻ പിന്മാറുന്നു, അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നും താൻ പിന്മാറുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. ഏതായാലും വലിയ തിരിച്ചടിയാണ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലം അഭിഷേക് ബാനർജിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ ഫാൽത്ത എന്നുള്ളത്. അവിടെ നിന്നുമുള്ള ഒരു പിന്മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് തൃണമൂൽ കോൺഗ്രസ് അണികളെയും നേതാക്കളെയും ഒരേപോലെ അവരുടെ ആത്മവിശ്വാസം കെടുത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും വ്യാഴാഴ്ച 21-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വലിയ രീതിയിൽ കേന്ദ്ര സേനകളുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കും ആ തെരഞ്ഞെടുപ്പ് നടക്കുക. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള അട്ടിമറി നടത്തുവാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിന് സാധിക്കില്ല. അങ്ങനെ കനത്ത പരാജയം തൃണമൂൽ കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രധാനമായും ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുവാൻ വേണ്ടി ജഹാംഗീർ ഖാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തയ്യാറായത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ ജഹാംഗീർ ഖാൻ്റെ നീക്കം വളരെ അപ്രതീക്ഷിതമായിരുന്നു. തൃണമൂൽ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജഹാംഗീർ ഖാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയത്. വലിയ കൂടിയാലോചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടന്ന ഈ ഫാൽത്ത മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ, പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വിനോ, അതെ, ബംഗാളിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കനത്ത തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിന് 2 ദിവസം മുമ്പാണ് TMC സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ പിന്മാറുന്നത്. 21-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നാടകീയമായി സ്ഥാനാർത്ഥി തന്നെ പിന്മാറുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.